ഈ ചേട്ടനാണ് അന്നിവിടെ ആക്രസാധനങ്ങൾ എടുക്കാൻ വന്നില്ലേ, നമ്മുടെ മാഗസീൻ കൊണ്ടു. അതെ, ഞാൻ അന്വേഷിച്ച കാര്യം അറിഞ്ഞല്ലേ? നിങ്ങൾ അസോസിയേഷനിൽ ഞാൻ പറഞ്ഞിരുന്നു കിട്ടി അവിടെ എത്തിക്കണമെന്ന് അല്ലേ? പറഞ്ഞല്ലേ അല്ലേ? ഇല്ല, പറഞ്ഞില്ല. എൻ്റെ മോൾ ഇതെടുത്ത് വായിച്ചു. അവൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നത്. അപ്പോൾ അവൾ കഥയൊക്കെ എഴുതുന്നതാണ്. പിന്നെ അവളൊരു കത്തും തന്നായിരുന്നു. എന്തോ എനിക്കറിയില്ല, കവിതയുടെയൊക്കെ കാര്യങ്ങളായിരിക്കും. മോള് വായിച്ചിട്ട് എന്ത് പറഞ്ഞു? മോള് പറഞ്ഞു അത്ര പോരാ, ശ്രദ്ധിച്ചാൽ നന്നാക്കെന്ന് പറഞ്ഞു. എന്തായാലും സാധനം കിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ പേരിൽ ഇനി ഇവിടെ ഇതെങ്ങാനും കിട്ടാതെ പോയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇവൻ പറഞ്ഞാൽ അവന് നോബൽ സമ്മാനം കിട്ടാനുള്ളതായിരുന്നു. അതായിരുന്നു ഇവരുടെ കേക്ക്. കുറേ ദിവസം നമ്മൾ അതിൻ്റെ പേരിൽ ഇവിടെ ചെവി കേൾക്കാതെ ആയിരുന്നേ. പെങ്കൊച്ച് എന്താ പറഞ്ഞേക്കണേ നോക്കട്ടെ. ആശയങ്ങൾ ബാലിശവും പഴയതുമാണ്. കൂടുതൽ പഠനങ്ങളും പുതിയ കാലത്തെ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടതുമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആശയങ്ങളായിരിക്കും. ഇപ്പം എൻ്റെ ആശയമല്ല ആ കുട്ടിയുടെ ആശയങ്ങൾ. അല്ല, ഡിഗ്രിക്ക് എഴുതി വെച്ചല്ലേ, അതെന്നറിയാം. ഭാസ്കര മാഷിനും ONV കുറുപ്പ് സാറിൻ്റെ ഒക്കെ കവിതകൾക്ക് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്, ഡിസ്ലൈക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. രവീന്ദ്ര മാഷിന്റെ സംഗീത കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അതിനിടയ്ക്ക് ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടം. ഞാൻ എൻ്റെ ഭാവന കണ്ടെഴുതി. അത് ആ കൊച്ചിന്റെ വേവലെങ്കിൽ വേറെ, എൻ്റെ വേവലെങ്കിൽ വേറെ. അല്ലാതെ പിന്നെ ഭാസ്കരൻ മാഷ് എവിടം വരെയൊക്കെ അവൻ എത്തിച്ച്. 4 പേജ് എത്ര സമയം വെറുതെ പാഴായി എന്നറിയാം.